പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഒരൊറ്റമുണ്ട് പോലുമില്ല. എന്നാലും പെണ്ണുങ്ങൾക്ക് ഇത്രയും ചങ്കൂറ്റം പാടില്ല. വെറുതെയാണോ ഈ പെണ്ണുങ്ങളെ കുറിച്ച് ചങ്ങമ്പുഴ പാടിയത്? ചോളി കെ പീച്ചെ ക്യാ ഹേ, ചോളി കെ പീച്ചെ, ചുനരി കെ നീച്ചെ ക്യാ ഹേ, ചുനരി കെ നീച്ചെ. भाई साहब, हम गांव-गांव और शहर-शहर घूम के नाच गाने पेश करने वाले बंजारे लोग हैं। क्या आप हमारे मदद कर सकते हैं? ओके, नो प्रॉब्लम। शुक्रिया। आपका नाम क्या है? मैं खिलाड़ी, तू अनाज। क्या? मुकद्दर का सिकंदर। हम आपके हैं कौन? നമസ്കാരം. ഇവിടെ അടുത്ത് ഞങ്ങൾക്ക് ടെന്റ് അടിച്ച് നൃത്തം ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കാണിച്ചു തരാമോ? സ്ഥലം? ടെന്റ് അടിച്ച് നൃത്തം ചെയ്യാൻ പറ്റിയ സ്ഥലം അല്ലേ? ആലോചിച്ചോ, ഉള്ള സ്ഥലമെല്ലാം പോലീസ് സ്റ്റേഷനും അനാഥാലയത്തിനും ആശുപത്രിക്കും ഒക്കെ എഴുതി കൊടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞതാ, എല്ലാം എഴുതി കൊടുക്കരുത്, എല്ലാം എഴുതി കൊടുക്കരുത്, ഒരു 10-20 ഏക്കറെങ്കിലും നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണമെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ അതും ഇതും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത്. നമുക്ക് ഇവർക്ക് ആ ഗ്രൗണ്ട് കൊടുത്താലോ? ഏത് ഗ്രൗണ്ട്? ചായക്കിടയ്ക്ക് മുമ്പ് കിടക്കുന്ന റൗണ്ടിലുള്ള ഗ്രൗണ്ട്. ഓ, ആ നീളത്തിൽ സ്ക്വയറായി കിടക്കുന്ന റൗണ്ട് ഗ്രൗണ്ട്. അവിടെ തന്നെ വേണം ഈ ടെന്റ് കെട്ടാൻ. നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം ഇവിടെ അടുത്തുണ്ട്, അത് കാണിച്ചും തരാം. പക്ഷെ ഞങ്ങളെയും കൂടെ നിങ്ങളുടെ സംഘത്തിൽ ചേർക്കണം. ഞങ്ങളുടെ കയ്യിലും ഉണ്ട് ഒരു മകുടിയും പാമ്പും. അതെന്താ അത്ര സുഖമില്ലാത്തൊരു? ഓക്കെ, ഇങ്ങോട്ട് വേണേ. അങ്കിളെ, അങ്കിളെ, എന്താ മക്കളെ? കഴിഞ്ഞ വർഷം സൈക്കിളിനേക്കാരി വന്നോലെ ദാ ഒരു കൂട്ടർ വരുന്നുണ്ട്. മാതാവേ, നീ എന്റെ പ്രാർത്ഥന കേട്ടു. എന്താ അങ്കിൾ? പെട്ടി 4 കാശ് വീഴാനുള്ള വഴി മാതാവ് കൊണ്ടുവരുന്നുണ്ട്. ഈ ഗ്രൗണ്ടിൽ ഒരു പരിപാടി തുടങ്ങിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഓ ജീസസ്, എവിടെ ഞാനൊന്ന് കാണട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇറങ്ങിക്കോളൂ. ഇതാണ് നമ്മുടെ സ്ഥലം. ഇത് ഫുള്ളായിട്ട് വരും. അവനൂടെ ഒരു കൈ ഇതിങ്ങനെ ഫുള്ളായിട്ട് വരും. ആമാ, ഇതാ പ്രമാദം. സുഹൃത്തുക്കളെ, കലാസ്നേഹികളെ, നമ്മുടെ കണ്ണിനും കാതിനും കുളിർമ പകരുന്ന രോമാഞ്ച കഞ്ചുകമണിയിക്കുന്ന ചുവടുകളുമായി നാട്യമയൂരി, നാട്യകലാരത്നം, നാടോടി മഞ്ഞി. എന്താ പേര്? മേനക. ഈ പുണ്യഭൂമിയിൽ അവളുടെ കാൽ ചിലമ്പുകൾ കിലുക്കുകയായി. സമയം കൂടെ എനിക്ക് തരണം. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും. വെറുതെ എന്റെ കൈ കൊണ്ട് ചാകലകളാ. നിങ്ങൾക്ക് തിരിച്ചിട്ടുള്ള പൈസ കിട്ടുമോ? കുറച്ചുകൂടി മനുഷ്യത്വത്തോട് പെരുമാറണം. ഇത്രയൊക്കെ ആയിട്ടും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചിരിക്കുന്ന ഭീരുത്വമാണ് ആൽബി. പ്ലീസ്. ഞാനില്ല. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനൊക്കെ ഇടപെട്ടാലേ അന്ത്യകൂതാശകൾ കിട്ടി കർത്താവിൽ നിദ്ര പ്രാപിക്കാൻ പറ്റുകയില്ല. നിനക്ക് അത്ര വിഷമാണെങ്കിൽ നീ പോയി 4 പൊട്ടിക്കടാ.
വില്ലനെ അടിച്ചോടിച്ച് കൈയും കാലും ഒടിഞ്ഞു കിടക്കുന്ന ഹീറോയെ കാണാൻ നായിക ഓറഞ്ചുമായിട്ട് വരും. ഓഹോ. അത് കാണാൻ നല്ല രസമായിരിക്കും. അപ്പൊ ഓറഞ്ച് തിന്നാൻ വേണ്ടിയാ നിന്നോട് ഇതൊക്കെ പറഞ്ഞ ഓറഞ്ച് ഇഷ്ടമല്ലെങ്കിൽ അവളോട് പറഞ്ഞ പൈനാപ്പിളോ മുന്തിരിങ്ങായോ മൂസാമ്പിയോ ഒക്കെ വാങ്ങിച്ചോണ്ട് വരും. മക്കളെ, കണ്ടില്ലേ ആ ചൊരോടിയന്മാർ എത്തിയിട്ടുണ്ട്. അവരോടൊന്ന് പറ, ഞങ്ങൾക്കൊരു അവസരം കൂടി തരാൻ. എന്തിനേയും നേരിടാൻ ചങ്കൂറ്റമുള്ള അദ്ദേഹം ഉണ്ടല്ലോ അവിടെ, ബെറ്റി ഫെർണാണ്ടസ്. പിന്നെ നമ്മൾ എന്തിനാ അല്ലേ? മക്കളെ, അഹങ്കാരമൊക്കെ അടക്കി ഈ ചേട്ടനോട് നേരിട്ട് വന്ന് പറയാൻ പറ മോളോട്. ശരി, വാ വാ. മിസ്റ്റർ ഡഗ്ലസ് അല്ലേ? ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാരി പുറത്തേക്കറിയാൻ തനിക്ക് ആരാ അധികാരം തന്ന? തന്ത നിന്റെ അല്ല ഇവക്കടെ. ഓ അത് ശരി. അത് നോക്കിയേ, കടം വാങ്ങിയ കാശിനെ എഴുതി തന്നതാ. നോക്കട്ടെ. ഇത് മുഴുവൻ അക്ഷരത്തെറ്റാണല്ലോ. ഇത് നമുക്ക് ചെവിയുടെ അടുത്ത് നിന്നോണ്ടാ ശബ്ദം ഉണ്ടാക്കി. രണ്ടുപേരെ എനിക്കൂടെ വിട്ട് അത് പറഞ്ഞാ പോരെ? അല്ലെങ്കിൽ ശരി. പ്രോഗ്രാം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ?
ബുദ്ധിയുള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ട്, പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു നല്ല സുന്ദരിയായ പെൺകുട്ടി തട്ടിയും മുട്ടി അടുത്തിരിക്കുമ്പോ. പിന്നെ നാളത്തെ പ്രോഗ്രാമില് നമുക്ക് കുറച്ച് പുതിയ ഐറ്റംസ് ഒക്കെ ചേർക്കണം. എന്ത് ഐറ്റം? അതായത് നമ്മളിങ്ങനെ ഒരു സൈക്കിളില്ലേ, സൈക്കിള്. ആ സൈക്കിളിൽ കുറെ ഈ ബാള്. അത് അവതരിപ്പിക്കുമ്പോ കണ്ടാ മതി. അതെ, അതിന്റെ ഈ സസ്പെൻസ് പോകുന്നുള്ളതുകൊണ്ടാ പറയാത്തത്, തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാ. നല്ല ഇൻട്രസ്റ്റിംഗ് ആട്ടോ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ஆசைக்கு அங்க ஒண்ணு, அன்புக்கு இங்க ஒண்ணு. நான் மட்டும் HMV கோளாம்பி முன்னாடி உட்கார்ந்துட்டு இருக்கிற நாய் மாதிரி ஜொல்லு ஜொல்லுன்னு பார்த்துட்டு இருக்கு. അതാണ് ഞാൻ പറഞ്ഞത്, നീ പോയിട്ട് ഒരു 4 പ്രാവശ്യം ഈ വിശ്വാസ പ്രമാണം വായിച്ചിട്ട് കിടന്നുറങ്ങ. മോഹങ്ങൾ മരാവിച്ചു മോതിര കൈ മുരാടി. ശരീരം കേടാക്കാതെ പോയി കിടന്ന് ഉറങ്ങടേ. കുറെ ദിവസമായി നിന്നെ ഞാൻ വിളിച്ച തമാശ. എന്താ? ഞാൻ എനിക്ക് കുറച്ച് കാശ് അത്യാവശ്യമായി ഈ രാത്രിയിൽ. നാളെ രാവിലെ അല്ലേ? അപ്പൊ നാളെ രാവിലെ എന്നോട് ചോദിച്ചപ്പോ, അല്ലാതെ കള്ളിയെ പോലെ മോശമല്ലേ? പോയി കിടന്നുറങ്ങ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. കളി പുഞ്ചക്കാരനോട് വേണ്ട, കുന്നുകളേറ്റാൻ. എന്താടേ ഇത്? ഞാൻ ഒരു നാടകം കണ്ടോണ്ടിരിക്കായിരുന്നു. നീ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കൊറേ കൊല്ലമായി. ഇവിടെ വേറെ ഷോ.